ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ദിവസമായിട്ടൊക്കെ നമ്മളിങ്ങനെ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട, കർത്താവിൽ തന്നെ ആശ്രയിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇന്നും ഒരു കാര്യം അതുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കാര്യം പറയാൻ പോവുക. പത്രോസ്ലീഹ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. പൗലോസ്ലീഹ പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിലുണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ. ഇന്ന് പ്രത്യേകമായിട്ട് ഈശോ പറഞ്ഞൊരു കാര്യം ഡയറക്റ്റ് ആയിട്ട് അങ്ങ് സ്വീകരിക്കുക. അതെന്താണെന്നറിയോ? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വചനഭാഗമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായം 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, 34 വരെ ഒക്കെ വായിക്കാം. 6 മുതൽ 6ന്റെ 25 മുതൽ 32 വരെ ഒന്ന് നന്നായിട്ട് ആവർത്തിച്ച് വായിക്കുക. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു ഹോംവർക്ക് അതാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒന്ന് വായിച്ചിട്ട് എഴുന്നേറ്റ് പിന്നെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങണം കേട്ടോ. ഈശോ ഇങ്ങനെ പറയുകയാണ്, ദൈവപരിപാലനയിൽ ആശ്രയിക്കുക, കർത്താവിൽ ആശ്രയിക്കാൻ വേണ്ടി ഈശോ തന്നെ പറയാണ്. ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 4 തവണ ഈശോ പറയുന്നുണ്ട്, ആകുലപ്പെടേണ്ട, ഉത്കണ്ഠാകുലരാവേണ്ടത്. കഴിഞ്ഞ ദിവസം പത്രോസ്ലീഹ പറഞ്ഞു, പൗലോസ്ലീഹ പറഞ്ഞു. ഇന്ന് ഈശോ തന്നെ ഈശോയുടെ പ്രിയപ്പെട്ട മകളോട് പറയാണ്, ഡു നോട്ട് ബി ആങ്ഷ്യസ്, ആകുലപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട, ഉത്കണ്ഠാകുലരാവേണ്ടെന്ന് ഈശോ തന്നെ പറയാണ്. എന്നിട്ട് അതിനൊരു റീസൺ പറയണേ. പത്രോസ്ലീഹ പറയുന്ന റീസൺ എന്താ? നീ ആകുലപ്പെടേണ്ട, കാരണം കർത്താവ് നിന്നെ കരുതുന്നുണ്ട്, അവൻ നിന്നെ ഉയർത്തിക്കൊള്ളും. പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ ആകുലപ്പെടേണ്ട, കാരണം നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. ഈശോ പറയുന്ന ഒരു സുന്ദരമായ കാര്യമാണ്. നിങ്ങൾ വേണമെങ്കിലല്ല, ഉറപ്പായിട്ടും അതൊന്ന് അടയാളപ്പെടുത്തി ഇട്ട് വായിക്കുന്നത് നല്ലതാണ്. മത്തായി സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം, ആകുലപ്പെടേണ്ടെന്ന് ഈശോ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങളുടെ പിതാവിന് നന്നായിട്ട് അറിയാം. യുവർ ഫാദർ നോസ് വാട്ട് യു നീഡ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ നാളത്തെ പരീക്ഷയുടെ റിസൾട്ട് ആയിരിക്കാം, ജോലി ശരിയാകുമോ എന്നുള്ള ആകുലതയായിരിക്കാം, വീട്ടിൽ ഈ പ്രശ്നം മാറുമോ എന്നുള്ള ആകുലതയായിരിക്കാം, ഈ കടബാധ്യത എങ്ങനെ തീർക്കുമെന്നുള്ള ഉത്കണ്ഠയായിരിക്കാം. ഈശോ പറയാണ്, മോളെ നീ ആകുലപ്പെടല്, ഉത്കണ്ഠാകുലരാവല്. ഈ ജോലിയെക്കുറിച്ചോ, ശുശ്രൂഷയെക്കുറിച്ചോ, മക്കളെക്കുറിച്ചോ, സ്വപ്നങ്ങളെക്കുറിച്ചോ, ഡു നോട്ട് ബി ആങ്ഷ്യസ്. ഒറ്റ കാര്യമാണ്, എന്താണെന്നറിയോ? നിനക്കിത് വേണ്ടതാണെന്ന്, നിനക്കിത് ആവശ്യമാണെന്ന് നിൻ്റെ അപ്പായ്ക്കറിയാം, നിൻ്റെ പിതാവിനറിയാം. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് കസേരയിൽ തുള്ളിച്ചാടാനൊക്കെ തോന്നുന്നുണ്ട്. ക്യാമറയിൽ നിന്ന് ഫ്രെയിം മാറുന്നതുകൊണ്ട് തുള്ളിച്ചാടാത്താണ്. ഇന്ന് രാത്രിയിൽ ശാന്തമായിട്ട് കിടന്നുറങ്ങണം കേട്ടോ. നാളെ വലിയ പ്രത്യാശയോടെ എഴുന്നേൽക്കണം. കാരണം നിനക്കിതൊക്കെ ആവശ്യമാണെന്ന് അപ്പായ്ക്ക് അറിയാം, ഈശോയ്ക്ക് അറിയാം. ആകുലപ്പെടേണ്ട, ഉത്കണ്ഠാകുലരാവേണ്ട, കർത്താവ് നിന്നെ കരുതുന്നുണ്ട്. നിന്റെ പ്രതീക്ഷ അതിലംഘിക്കുന്ന രീതിയിൽ കർത്താവ് നിന്നെ സഹായിക്കും. പത്രോസ്ലീഹയും പൗലോസ്ലീഹയും പറഞ്ഞു. നമ്മുടെ സ്വന്തം ഈശോ നമ്മളോട് പറയാണ്, നിങ്ങളുടെ പിതാവിന് അറിയാം നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന്. നിനക്കൊരു നല്ല റിസൾട്ട് വേണമെന്ന്, നിനക്കൊരു നല്ല ജോലി വേണമെന്ന്, നിന്റെ വിവാഹം നടക്കണമെന്ന്, നിനക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന് ഈശോയ്ക്ക് അറിയാം. നിന്റെ വീടിൻ്റെ പണി പൂർത്തിയാവണമെന്ന് ഈശോയ്ക്ക് അറിയാം. നീ ഈ രാജ്യത്തേക്ക് പോകണം, അത് നിന്റെ ആവശ്യമാണെന്ന് ഈശോയ്ക്ക് അറിയാം. ബിക്കോസ് ഹി ഈസ് യുവർ ഫാദർ, അത് നിന്റെ അപ്പായാണ്. നിനക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ലാത്ത ഈ ജോലി, അതിനെ ഓർത്ത് നീ ആകുലപ്പെടുന്നുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം. ഇന്ന് രാത്രിയിൽ ഇത് പഠിച്ചു തീർക്കാണ്ട് കിടക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ അടിക്കുന്നത് ഈശോയ്ക്ക് അറിയാം. നിനക്കിതെല്ലാം ആവശ്യമാണെന്ന് നിന്റെ പിതാവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ അപ്പൻ്റെ കരങ്ങളിൽ ശാന്തമാവുക, പ്രത്യാശ അർപ്പിക്കുക, സമാധാനത്തോടെ കിടന്നുറങ്ങി നാളെ ശക്തിയോടെ എഴുന്നേൽക്കുക. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ വചനം കേട്ട അങ്ങയുടെ പ്രിയപ്പെട്ട മകനെ, മകളെ, ഇവരുടെ കുടുംബത്തെ, സ്വപ്നങ്ങളെ, ഇന്ന് രാത്രി എന്തിനെയും കുറിച്ചെങ്കിലും ആകുലപ്പെടുന്നുണ്ടെങ്കിൽ, അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ, ആ അസ്വസ്ഥതയെ അങ്ങ് ഏറ്റെടുക്കണമേ. ഈ മകനെ, ഈ മകളെ ഇപ്പോൾ ഈ സമയം തന്നെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.